ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഏതൊരു സ്റ്റാർട്ടപ്പുകാരും ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ പുറകോട്ട് പോകരുത്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാകും ഈ പറഞ്ഞ പോലെ ഒബിസിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ വണ്ണം കൂടിയതിൻ്റെ പേരിൽ കളിയാക്കലുകൾ പേടിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ മുന്നോട്ട് വരാൻ വലിയൊരു പ്രചോദനമാണ് മീനു. ഒത്തിരി പേര് നെഗറ്റീവ് സമയങ്ങളിൽ നമ്മളെ ഇത് പുറകോട്ട് വലിക്കാൻ കുറേ ആൾക്കാർ പറയും. പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതെ. എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, അന്ന ഇങ്ങനെ വണ്ണം വെച്ചില്ലെന്ന് ഞാൻ പറയും, നല്ല ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതെ, അങ്ങനെ ഒരിക്കലും നമ്മൾ പിന്നോട്ട് മാറും. വണ്ണം ഉണ്ടെന്നും പറഞ്ഞു നമ്മൾ ഒരിക്കലും, നമുക്ക് കഴിവുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. നമുക്കിപ്പോൾ വണ്ണം ഉണ്ടെങ്കിൽ ആരെയും ബോധിപ്പിക്കേണ്ട, കാരണം കൂടുതലും പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അല്ല, ഇന്ന് കളിയാക്കുന്ന ഒരു നാളെ നമ്മൾ സക്സസ് ആയി പറയും. അതെ, ഞാൻ അന്നേ പറഞ്ഞത് രക്ഷപ്പെടും. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മളത് പുറകോട്ട് വെക്കരുത്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തി ഒരു പത്തനംതിട്ട സ്വദേശിയാണ്. സ്വന്തം പപ്പയുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച, പപ്പയുടെ കാലശേഷം പപ്പയുടെ ബിസിനസ്സിനെയും അതുപോലെ തന്നെ സ്വന്തമായൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ആ ബ്രാൻഡിനെയും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭക, മീനാക്ഷി എന്ന് പറയുന്ന ബൊട്ടീക്കിൻ്റെ സാരഥി മീനു. സ്വാഗതം മീനു സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. എനിക്ക് തോന്നുന്നു മീനുവിനെ കൊച്ചിയിൽ എല്ലാവർക്കും ഭയങ്കര പരിചിതമായിരിക്കും. കൊച്ചിയിലെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള പൊസിഷൻസിലിരിക്കുന്ന എല്ലാ ഹോർഡിങ്സും തന്നെ ഇന്ന് മീനാക്ഷി ബുട്ടീക്കിൻ്റെ വലിയൊരു പരസ്യമാണ് നമ്മൾ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഹോട്ട് സീറ്റിൽ ഞങ്ങളോടൊപ്പം മീനുവിൻ്റെ ആ ഒരു ചൈത്രയാത്രയുടെ കഥ പറയാനായിട്ട് വന്നതിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പത്തനംതിട്ടയിലാണെന്ന്. പത്തനംതിട്ടയിൽ എവിടെയാണ് കറക്റ്റ് സ്പേസ്? നെല്ലിക്കമ്മൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ. റാന്നിക്കടുത്ത് തന്നെ. പഠിച്ചതും വളർന്നതെല്ലാം റാന്നിയിൽ തന്നെയാണ്. എന്തായിരുന്നു വിദ്യാഭ്യാസം? ഇപ്പം ഞാൻ MBA ഡിഗ്രി കഴിഞ്ഞിട്ട് MBA എടുത്തു. ഇപ്പം MBA ഗ്രാജുവേഷനിൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പപ്പയുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഒരു നല്ല മകളാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു പപ്പയുടെ ബിസിനസ്? അത് എങ്ങനെ പോകുന്നു? ഞങ്ങൾക്ക് എസ്റ്റേറ്റുകളാണുള്ളത്. അത് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പപ്പ എങ്ങനെയാണോ കൊണ്ടു നടന്നത് അതുപോലെ തന്നെ ഞങ്ങളത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൊച്ചിലെ മുതലേ ഈ ഒരു ബിസിനസ് എന്താണെന്നും ഇത് എങ്ങനെ നോക്കി നടത്തണമെന്നൊക്കെ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ അതേ രീതിയിൽ ചെയ്യുന്നത്. കാരണം അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേ സെയിം ആൾക്കാർ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. പപ്പയോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളോട് നിൽക്കുന്നത്. ലോയലാണ്. അതെ അതെ. പപ്പയുടെ കാലശേഷവും അവര് ആ ഒരു സ്റ്റാഫ് കൂടി അത്ര കട്ടക്ക് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മീനുവിന് അത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നല്ല സപ്പോർട്ടാണ് അവരെല്ലാവരും. ഇവിടെ നിന്ന് ഇപ്പം വളരെ സേഫായിട്ട്, ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടൊരു ഫാമിലി, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീനുവിനൊരു ആഗ്രഹം തോന്നുന്നത് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു തോട്ടിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? എനിക്ക് നേരത്തെ പപ്പ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ബ്രാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടങ്ങണമെന്നൊക്കെ വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പെട്ടെന്നായിരുന്നു പപ്പയുടെ മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. ഇനി മുന്നോട്ട് എങ്ങനെ എന്ത് എന്നുള്ളതെല്ലാം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സാരികളൊക്കെ എടുക്കുമായിരുന്നു. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ ഫസ്റ്റ് അമ്മയെ മനസ്സിൽ കാണും, അമ്മയ്ക്ക് ഈ സാരി ഉടുത്തുകയിൽ എങ്ങനെയായിരിക്കും. ഞാൻ കൂടുതൽ കോമൺ ആയിട്ടുള്ള എടുക്കത്തില്ല, എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എടുക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് ഒരു അട്രാക്റ്റിങ് വരും ആ സാരി. എൻ്റെ അമ്മ എല്ലാത്തിലും ഒരു സ്പെസിഫിക് ആയിട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ സാരികൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അമ്മയുടെ സാരിയൊക്കെ. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ ചിന്തിച്ചപ്പോൾ ഒരു തോട്ടുണ്ടായി, എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പം മീനാക്ഷി ബൊട്ടീക്കിൽ വന്ന് എത്തിയിരിക്കുന്നത്. അമ്മേനെ എല്ലായിടത്തും വേറിട്ട് കാണിക്കണമെന്നുള്ളൊരു മകളുടെ ആഗ്രഹമാണല്ലേ മീനാക്ഷി ബൊട്ടീക്ക്. ഈ ഒരു ബൊട്ടീക്ക് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അപ്പം ഓഫ്ലൈനിലല്ല ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പർച്ചേസിങ് എവിടെ നിന്നായിരുന്നു? ആദ്യം ഞങ്ങൾ കാഞ്ചീപുരത്തിനായിരുന്നു പർച്ചേസ് ചെയ്തത്. ആദ്യം കാഞ്ചീപുരം സാരി, പട്ടുസാരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യം ഓടിക്കുന്നത് പട്ടുസാരിയാണ്. അപ്പോൾ പട്ടുസാരിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അതെനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? ഞാൻ 30,000 ആണ്. ആദ്യം 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാഞ്ചീപുരം സാരീസ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. നമ്മൾ എക്സിബിഷനിൽ അത് ഡിസ്പ്ലേ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ നമുക്ക് ഈ കാഞ്ചീപുരം 2 ടൈപ്പ് ഉണ്ട്. പവർ ഹാൻഡ്ലൂം ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പം ഹാൻഡ്ലൂമാണ് മെയിൻ
നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പവർ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലേസിങ് വരുന്ന സംഭവം. അപ്പം നമുക്കവിടെ ആദ്യം അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ്. നമുക്കവിടെ വീവേഴ്സ് ഉണ്ട് കാഞ്ചീപുരത്ത്. അപ്പോൾ അവർ പറഞ്ഞ് 2 തരമുണ്ട്. പവർ ഹാൻഡ്ലൂമും ഉണ്ട്, ഹാൻഡ്ലൂം സാരീസും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ബോട്ടിക്കിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് പ്യുവറായിട്ടുണ്ടായിരിക്കണം. കാരണം എൻ്റെ കസ്റ്റമർ എന്നെ വിശ്വസിച്ച് ഒരു സാധനം വാങ്ങിക്കുമ്പം ക്വാളിറ്റി കൊടുക്കണം, നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പം പിന്നെ അല്ലെങ്കിൽ അത് എൻ്റെ ബ്രാൻഡിനെ അത് ഇതാ. അപ്പം അങ്ങനെ അത് ഓരോ സാരി ഞാൻ വാങ്ങിക്കുമ്പം അത് എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് എല്ലാവരും എൻ്റെ കസ്റ്റമർ എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കണം. എല്ലാവരും ഉടുക്കുന്ന പോലത്തെ ഉടുക്കാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാരി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഞ്ചീപുരം സാരീസാണ് ഞാൻ എൻ്റെ തോട്ടിലേക്ക് പോയത് കാഞ്ചീപുരം സാരിയാണ്. അങ്ങനെ ഞാൻ എക്സിബിഷനിൽ വെച്ചു. അങ്ങനെ കുറേ സാരീസ് എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് വളർത്തണം എന്നുള്ളൊരു തോട്ട് വന്നത് എനിക്ക്. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ മീനാക്ഷി ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്? 2 വർഷമായി. 2 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ 2 വർഷം കൊണ്ട് എനിക്കൊന്ന് മീൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ബ്രാൻഡിന് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എത്തുമെന്നുള്ളത്. അതെന്തോ ദൈവകൃപയെ പോലെ നമ്മൾ നല്ലൊരു പോസിറ്റീവ് വൈബിലേക്ക് ഇത് കൊണ്ടുവന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ ഇത് എന്തായാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ പപ്പയുടെ ബിസിനസ് നല്ല രീതിയിൽ നോക്കി നടത്തി കൊച്ചിലെ മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ പപ്പയുടെ കൂടെ യാത്രകൾ ചെയ്ത് ഇതൊക്കെ ശീലമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ നിന്ന് ഒറ്റയ്ക്കൊരു ഫൈറ്റിലേക്ക് പിന്നീട് മാറുകയാണ്. ആ ഒരു ഫേസ് എങ്ങനെ ഓവർകം ചെയ്തു? പപ്പ ഉണ്ടായപ്പോൾ എനിക്കൊരു ബലം ഉണ്ടായിരുന്നു. എന്ത് വന്നാലും പപ്പ നോക്കും എന്നുള്ള ഒരു, ഇപ്പം എനിക്ക് മാത്രമല്ല ചേച്ചിമാർക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അത് പപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കിപ്പോൾ എന്ത് പ്രശ്നത്തിൽ നമ്മളത് ചാടിയാലും ബാക്കി പപ്പ നമുക്ക് സപ്പോർട്ടാണ്. പപ്പ നോക്കിക്കോളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അപ്പം പോയപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നല്ലാതെ ഒരു ഭയങ്കര മൂകതയായിപ്പോയി. എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം മീൻസ് നമ്മുടെ ജോലിക്കാരാണെങ്കിലും എങ്ങനെ പെട്ടെന്ന് നമുക്ക് എല്ലാം പെട്ടെന്നുള്ളൊരു മരണമായിരുന്നേ. പിന്നെ ഞങ്ങൾ ഓരോ അനുഭവങ്ങളും നമുക്കൊരു പാഠമാണ് എന്നുള്ള രീതിയിൽ പിന്നെ നമുക്കതെല്ലാം നമ്മൾ നേരിട്ട് എന്തായാലും നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ, ഓപ്ഷൻ ഇല്ല. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് ചെയ്തു. അങ്ങനെ ഇപ്പം എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക്, അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഈ പപ്പയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതും വീട്ടിലെ ഇളയ മകൾ എന്നുള്ള രീതിയിൽ പപ്പ ഒരു ആൺകുട്ടിയെ പോലെ ആയിരിക്കും ചിലപ്പോൾ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പപ്പയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ്? ജീവിതത്തിൽ മുന്നോട്ട് ആ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനി മുന്നോട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളെ ഇടപെടുന്ന ഡീലിങ്സ്. ഇപ്പം നമ്മൾ പപ്പ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പ ആരും ഒരിക്കലും മറക്കില്ല. കാരണം പപ്പ അതുപോലെ ആയിരിക്കും എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. ഫസ്റ്റ് പപ്പ ഞാൻ കണ്ടുപിടിച്ചത് അതാണ്. നല്ല രീതിയിൽ പപ്പ ഇപ്പം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളെടുത്ത് പോയാലും പപ്പ ആൾ നല്ലതായിട്ട് കൂളാക്കും. നല്ല ഡീലിങ്സ് പപ്പയുടെ. അപ്പം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നാലും നമ്മളെ ഡീലിങ്സിലാണല്ലോ മെയിൻ നമ്മൾ നോക്കേണ്ടത്. നല്ല ഡീലിങ്സ് ആണെങ്കിലേ കസ്റ്റമേഴ്സ് വരുവുള്ളൂ. ഫസ്റ്റ് ഞാനത്. പിന്നെ നല്ല ക്ഷമ വേണം എല്ലാത്തിനും. എനിക്ക് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ പപ്പ നല്ല ക്ഷമിച്ചിട്ടാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ എപ്പോഴും പറയാറുണ്ട്. അത് തന്നെ ഞാനിപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു ക്ഷമ ഭയങ്കര കാര്യമായിട്ട് ലൈഫിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ബൊട്ടീക്ക് തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയും ചേച്ചിമാരും എന്ത് പറഞ്ഞു? അമ്മയും ചേച്ചി സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അത് കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തു. നമ്മളത് മുന്നോട്ട് പോയി. എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഞങ്ങൾ അതിൻ്റെ കണ്ടിന്യൂ ചെയ്തപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പം കാരണം നമ്മളതിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും ആയിട്ടുള്ള സാരീസുമാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമ്മുടെ സാരീസ്. അതെല്ലാവരും പറയുന്ന ഒരു ടോക്കാണ്. കാരണം നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒതുങ്ങിക്കിടക്കുന്നു. പിന്നെ നമ്മുടെ കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷനാണ് നമ്മുടെ സാരീസ്. പ്രത്യേകിച്ച് ഈ കാഞ്ചീപുരം സാരിയിലൊക്കെ ആരും കാണാത്ത തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എല്ലാം തന്നെ മീനു ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണോ? അതെ. കാഞ്ചീപുരം എല്ലാം നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നതാ. അപ്പൊ മലയാളികളുടെ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് 0 സൈസിലുള്ള, മലയാളികളുടെ നല്ല ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് 0 സൈസിലുള്ള വ്യക്തികൾ, മോഡൽസ്. അവിടെ നിന്നാണ് മീനു എന്ന് പറയുന്ന വ്യക്തി ഇത്തിരി വണ്ണമൊക്കെയുള്ള. ഇപ്പോൾ ഒരു ബൊട്ടീക്ക് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഫെയർ ആയിട്ടുള്ള വീഡിയോ പ്രസൻറ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിനുണ്ട്. പക്ഷെ അവിടെയാണ് ഭയങ്കര ബോൾഡായിട്ട് മീനു ഇറങ്ങിത്തിരിക്കുന്നത്. ഇതൊന്നും ഒരു ബാധകമല്ല എന്നുള്ള ഒരു
കാഴ്ചപ്പാടില്ല. അങ്ങനെ ഒരു തോട്ട് എന്തായിരുന്നു? കാരണം ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്നേക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും മീനു, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്. ആ ഒരു ഫേസിനെ എങ്ങനെ ഓവർകം ചെയ്തു? എങ്ങനെ നമുക്ക് അതിനെ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ സാധിച്ചു? ഫസ്റ്റ് എനിക്കൊരു വിശ്വാസമുണ്ട്, കസ്റ്റമറിനെ ഒരിക്കലും ഞാൻ ഇതാക്കില്ല, കാരണം അവരുടെ വിശ്വസ്തത ഞാൻ ഒരിക്കലും കളയത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ സൗന്ദര്യമോ എൻ്റെ വണ്ണമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ മെയിനായിട്ടും നമ്മളുടെ വണ്ണത്തിലല്ലല്ലോ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഉണ്ടായിരിക്കണം, ആൾക്കാർക്ക് വിശ്വസ്തത വരുത്തണം, ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് വരാൻ പാടില്ല. ആൾക്കാർ കൂടുതലും നമ്മൾ പ്രൊഡക്റ്റ് കണ്ടിട്ടായിരിക്കുമല്ലോ വാങ്ങിക്കുക. ഇപ്പോൾ നമ്മൾ കൂടുതൽ നല്ല സൗന്ദര്യമുള്ള ആൾ വന്നിട്ട് പ്രൊഡക്റ്റ് മോശമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമതൊരാൾ വന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുകയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് മെയിനായിട്ടും കസ്റ്റമറാണ് ഞാൻ മെയിനായിട്ടും കണ്ടിട്ടുള്ളൂ, അല്ല എൻ്റെ സൗന്ദര്യം ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ സൗന്ദര്യം കുറവോ സൗന്ദര്യം കൂടുതലോ, വണ്ണം കുറവോ വണ്ണം കൂടുതലോ അല്ല കാര്യം. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുക, അതിൽ നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ ആരുടെയും വാക്കുകൾ കേൾക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക, ദൈവത്തെ വിശ്വസിച്ച് പോയിക്കഴിഞ്ഞാൽ സക്സസ് ആവുന്ന എൻ്റെ അനുഭവത്തിലൂടെ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. സൗന്ദര്യം നമ്മുടെ ഉള്ളിലാണെന്നല്ലേ? സൗന്ദര്യം നമ്മുടെ ഉള്ളിലാണ്. കാരണം നമുക്ക് സൗന്ദര്യമുണ്ട്, ഇപ്പം മറ്റുള്ള ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മൾ തന്നെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഇപ്പം നമുക്ക് സൗന്ദര്യം ഒത്തിരി പേര് നെഗറ്റീവ് സമയങ്ങളിൽ നമ്മളെ പുറകോട്ട് വലിക്കാൻ കുറേ ആൾക്കാർ പറയും. പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതെ നമുക്ക് സൗന്ദര്യമുണ്ട്. എന്തായാലും ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന സൗന്ദര്യത്തിൽ ദൈവം കണ്ടിട്ടുള്ള സൗന്ദര്യത്തോടെ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനിപ്പം നമ്മളുടെ മനുഷ്യരാണ് വെളുത്തൊരു സുന്ദരി, വണ്ണമുള്ളവർ സുന്ദരി അല്ലാത്തവരും പരത്തുന്നത്. അല്ലാതെ ദൈവമായിട്ടൊന്നും പറയാം, ദൈവത്തിന് എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മളെ അങ്ങനെ പല ആൾക്കാരും പറയും, അയ്യോ വണ്ണം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് മീനുവിനെ ഇത് വെച്ചിട്ട് ആര് സാരി വാങ്ങിക്കാൻ, അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കുക, കസ്റ്റമർ അത് വിശ്വസിച്ച് ആ ഒരു വിശ്വാസം കൊണ്ടുവരുത്തുക. അതാണ് എൻ്റെ പ്രൊഡക്റ്റിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. സൗന്ദര്യം രണ്ടാമത്തെ തൊട്ടാണ്. എനിക്കങ്ങനെ വണ്ണമുള്ളവരെ ഒരിക്കലും സൗന്ദര്യം കുറവായിട്ട് എനിക്ക് തോന്നാറില്ല, കാരണം എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോട്ടില് പെണ്ണുങ്ങളുടെ ശത്രുക്കള് സ്ത്രീകൾ തന്നെയാണെന്ന് ഞാൻ പറയാം. കാരണം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, അന്ന ഭയങ്കര വണ്ണം വെച്ചില്ലെന്ന് ഞാൻ പറയും, നല്ല ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോണ്ട് എന്നാടി അപ്പടി വണ്ണമൊക്കെ വെച്ചല്ലോ എന്ന് പറയും. ഞാനത് ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ആ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ വണ്ണം വെച്ചല്ലോ എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര അന്നെ പോലെ ഒരാൾ എന്നോട് അങ്ങനെ ചോദിച്ചത് എനിക്ക് വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ തിരിച്ചയച്ചു, കൊച്ചെ ഞാൻ എന്നെ കണ്ടതുപോലെയാ കണ്ടത്, ലൈക്ക് എന്നോട് വന്നിട്ട് ഒരാൾ വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നല്ല ഭക്ഷണം കഴിക്കില്ല, ഒരു ഡയറ്റും പോലില്ല. എനിക്ക് കഴിഞ്ഞ ഞാൻ ഒരു മാരേജ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ റിലേറ്റീവ്സിന് അറിയാമല്ലോ, കൂടുതലും എന്തെങ്കിലും വേറെ ഒന്നും കിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം വന്നിട്ട് ചോദിക്കും, അയ്യോ നേരത്തെ വണ്ണം കുറവായിരുന്നല്ലോ, ഇപ്പോൾ വണ്ണം വെച്ചല്ലോ, അങ്ങനെയൊക്കെ കുറേ ഡയലോഗ്സ് വരും. ഞാൻ പറയും എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നു. എനിക്ക് വണ്ണം വെക്കുന്ന ഇഷ്ടമാണ്, എനിക്കിപ്പോൾ ആരെയും ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല, നോർമൽ ടോക്കായിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾ ചോദിച്ചു പോയല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഒരുപാട് റിലേറ്റീവ്സും എന്നെ ഇതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും വകവെക്കില്ല. ഈ സാരി ബ്രാൻഡ് തുടങ്ങിയപ്പോഴാണോ അത് പണ്ട് തൊട്ടേ ഉണ്ട്? പണ്ട് തൊട്ടേ ഇതുപോലെ വണ്ണത്തിന്റെ കാര്യം പറഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ എനിക്ക് വിഷമമാണ്. എനിക്ക് പുറത്തിറങ്ങാൻ, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കും, ഇന്ന് നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോലും പേടിയാണ്. ഇവർ ഇത്രയും ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇവർക്ക് വണ്ണം വെച്ച് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകളും കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും ഒന്നെങ്കിൽ പുറകെ കൊണ്ട് നിർത്തും, ഇല്ലെങ്കിൽ എന്നെ ഡാൻസിന് ചേർക്കത്തില്ല, കളിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും വകവയ്ക്കാതെ എന്നിട്ട് ഞാൻ പിന്നെ ഡാൻസ് ഇപ്പം കുറച്ച് ഒന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡാൻസിനൊക്കെ പോയി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെയൊക്കെ ഞാൻ വിഷമിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ ഇതുണ്ട്. നമ്മളിപ്പോൾ വണ്ണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം വിഷമം വരും,
പിന്നെ നമ്മളത് കേട്ട് കേട്ടിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ അണ്ണുണ്ടെങ്കിൽ ഇപ്പം എന്താ, അണ്ണുള്ളൊരു ജീവിക്കുന്നില്ലേ, അതെ. ആ ഒരു കോൺസെപ്റ്റിൽ പോവാ. പക്ഷെ മീനു എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാകും. ഈ പറഞ്ഞ പോലെ ഒബിസിറ്റിയുടെ പേരില് അല്ലെങ്കിൽ വണ്ണം കൂടിയതിന്റെ പേരില് കളിയാക്കലുകൾ പേടിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ മുന്നോട്ട് വരാൻ വലിയൊരു പ്രചോദനമാണ് അതെ മീനു. അതെ അതെ, അങ്ങനെ ഒരിക്കലും നമ്മൾ പിന്നോട്ട് മാറും. അണ്ണുണ്ടെന്നും പറഞ്ഞു നമ്മൾ ഒരിക്കലും, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വരിക. നമുക്കിപ്പം അണ്ണുണ്ട്, ഇപ്പം ആരെയും ബോധിപ്പിക്കേണ്ട, കാരണം കൂടുതലും പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അയ്യോ അണ്ണമുണ്ട്, കാരണം നമ്മുടെ വളർച്ചയിൽ ഇത് തോന്നുന്നവരായിരിക്കും കൂടുതൽ ഇത് പറയാറ്. നമ്മൾ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മളെ കഴിവിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ദൈവത്തെ വിചാരിച്ച് മുന്നോട്ട് പോവുക. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം വണ്ണമുണ്ട്, ഞാൻ അത് മാറ്റർ ആക്കുന്നേ ഇല്ല, ഒരു വിഷമമാക്കുന്നേ ഇല്ല. എനിക്ക് വണ്ണമുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആ വണ്ണത്തിന് ജീവിക്കുന്നു, ആ ഒരു രീതിയിൽ പോവാം. പിന്നെ അടിപൊളിയായിട്ട് പോണു അല്ലേ. ഈ ഹോർഡിങ് ഇപ്പം കൊച്ചിയിൽ എവിടെ നോക്കിയാലും മീനാക്ഷി ബുട്ടിക്കിന്റെ ഹോർഡിംഗ് ആണ്. നല്ല പ്രൈം പൊസിഷനിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല പ്രൈം പൊസിഷനുകളെല്ലാം മീനാക്ഷി ബുട്ടിക്ക് എടുത്തു വെച്ചേക്കാണ് ഹോർഡിങ്. ഈ ഹോർഡിങ് സാധാരണ ഒരു ബ്രാൻഡ്, അതും ഒരു ഡ്രസ് ബ്രാൻഡ് ഹോർഡിങ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും മോഡൽസിന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് മീനു നടുക്ക് നിൽക്കുന്നു, അതിന് അപ്പുറം ഇപ്പുറയും നിറയെ മോഡൽസ് നിൽക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ കിട്ടിയ ധൈര്യം എവിടെ നിന്നായിരുന്നു? ധൈര്യം എൻ്റെ ബോട്ടിക്കാണല്ലോ, അപ്പം മോഡൽസിനെക്കാളും കൂടുതലും ഞാനാണല്ലോ, എനിക്കാണല്ലോ ഇമ്പോർട്ടൻസ് വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പം എന്നെ കണ്ടിട്ടാണല്ലോ ആൾക്കാർ വരേണ്ടത്. അപ്പം അത് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കോൺഫിഡൻസിലാണ്. അതെനിക്ക് ഇഷ്ടമായി. കാരണം പലപ്പോഴും ഞങ്ങളിങ്ങനെ പലരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഫേസ് ആകുക. മോഡൽസ് ആണെങ്കിലോട്ട് അവരൊക്കെ വേണം, ബ്രാൻഡ് അംബാസിഡർ വേണം, മോഡൽസ് വേണം, എല്ലാവരും വേണമെങ്കിലും നിങ്ങളുടെ ഫേസ് ആകണം, നിങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് നിങ്ങളാകണമെന്ന് ഞങ്ങൾ പലപ്പോഴും പലരോടും പറയുമ്പോൾ ഞങ്ങളെ ആൾക്കാർ കളിയാക്കാറുണ്ട്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഐ അപ്രിഷ്യേറ്റ് ചെയ്യും. താങ്ക് യു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പാണ്, അപ്പം നമ്മളെ ആർക്കും അറിയില്ല. ഇപ്പം എംഫോൾട്ട് ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് നമ്മളിപ്പം മീനാക്ഷി അതാരാ എന്നുള്ള ഒരു ഇത് വരും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പം മീനാക്ഷി ഇന്ന ആളാണ്, ഇന്ന ആളുടെ ബ്രാൻഡാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മെയിനായിട്ട് ഞാൻ നിന്നത്. കാരണം നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളല്ലേ. അത് വെച്ചിട്ട് ആ കോൺസെപ്റ്റ് സക്സസ് ആയോ? അതെ അതെ, നല്ല കുഴപ്പമില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്, നമുക്ക് സെയിൽ വരുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. മീനു മോഡലായി വന്നു, അല്ലെങ്കിൽ ഇത്തിരി വണ്ണമുള്ള മീനു അത് നടത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് പേര്, ഞാനൊരു ഫസ്റ്റ് ഞാൻ വീഡിയോസ് ചെയ്തത് ഞങ്ങളുടെ ഓണഷൂട്ടിനായിരുന്നു. അപ്പം ഞാൻ മെയിനായിട്ട് അന്ന് സാരി ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ടുണ്ട്. അപ്പം എനിക്ക് സാരി ഉടുക്കാൻ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രോക്കായിരുന്നു ഉടുക്കാറ്. എനിക്ക് സാരി നടക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ സാരി മറ്റേ ഓണത്തിന് ഫ്രോക്ക് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഓൺലൈനിലേക്ക് വരുന്നത്. അപ്പം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, എനിക്ക് മീനാക്ഷിയെ പോലെ നല്ല വണ്ണമുണ്ട്, എനിക്ക് ഇതുപോലെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു പ്ലസ് സൈസ്, കുറേ ആൾക്കാർ വന്ന് കരഞ്ഞിട്ടുണ്ട്, എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് ആ സൈസിന് കിട്ടാറില്ല. കാരണം ഇപ്പോൾ കടയിലൊക്കെ ചെല്ലുമ്പം കൂടുതൽ പോയൊരു 4XL വരെ കാണുകയുള്ളൂ, 10XL 12XL ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മൾ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറേ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തരാമെന്ന് ചോദിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മോഡൽ സൈസ് തന്നാൽ മതി, എന്ത് മോഡൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എത്ര സൈസ് വരെ നമ്മൾ ചെയ്യും? 12XL വരെ. 12XL വരെ നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ഉണ്ട്, അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടുണ്ട്, XL മുതൽ 12XL ചാർട്ട്, ആ ചാർട്ട് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതല്ല അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മെഷർമെന്റ് അയച്ചു തന്നാലും നമ്മൾ അത് ചെയ്തു കൊടുക്കും. ഓക്കെ. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ വണ്ണമൊന്നും തോന്നിക്കില്ലെങ്കിലും ഞാനൊരു XXL പ്ലസ് വേണ്ട ഒരാളാണ്. പക്ഷെ നമ്മളിങ്ങനെ കടയിൽ ചെന്ന് കഴിയുമ്പോൾ സങ്കടം വരും. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടാകും, അത് മാക്സിമം XL വരെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ കൊച്ചിലേക്ക് ആലോചിച്ചിട്ടുണ്ട്, ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഒരു പ്ലസ് സൈസ് ബ്രാൻഡ് തുടങ്ങണം, എന്നിട്ട് ഈ സ്മോളിലും മീഡിയത്തിലും കിട്ടുന്ന എല്ലാ ഡ്രസ്സും ആ കടയിൽ കൊണ്ടുവരണം. എനിക്ക് വിഷമം ഉണ്ടാവുന്ന പോലെ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ മീനും അത് സാധിച്ചു. എനിക്കിപ്പോഴും സാധിക്കാൻ, അത് അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചെയ്യണം, അത് മുന്നോട്ട് വരിക, ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മളത് പുറകോട്ട് വെക്കരുത്. ഓക്കെ. ഞാൻ അടുത്ത എൻ്റെ ഒരു ചോദ്യം അതായിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞു മീനു ഒരു ഇൻസ്പിറേഷൻ ആണെന്ന്. മീനുവിന് മറ്റുള്ളവരോട് ഇപ്പം
മീനുവിനെ സംബന്ധിച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ പപ്പയുടെ ബിസിനസ് നല്ല രീതിയിൽ ഇപ്പോഴും നോക്കി നടത്തുന്നുണ്ട്, അമ്മയുടെ സപ്പോർട്ടുണ്ട്, ചേച്ചിമാരുടെ സപ്പോർട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ എല്ലാവരും പറയുന്നത് പോലെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും സ്വന്തമായൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന മോശം കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന സൗന്ദര്യമില്ലായ്മ നമ്മൾ കാണുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാകും, ചെയ്യാൻ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ തോറ്റുപോകുമെന്ന് പേടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വണ്ണം കാരണം എന്നെ മറ്റുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ മീനിന് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? മെയിനായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മളോടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഫസ്റ്റ് ട്രൈ അപ്പ് ചെയ്ത് നോക്കുക. ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഏതൊരു സ്റ്റാർട്ടപ്പുകാരും ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേര് കാണും. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരുപാട് പേര് എന്നെ ബാക്കപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാ ബാക്കപ്പ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത്. അല്ലെങ്കിൽ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ബാക്കപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഈ തോട്ടവും കാര്യങ്ങളും മാത്രം ഒതുങ്ങി അവിടെ കിടന്നായിരുന്നു. കാരണം ഇപ്പം ഈ തോട്ടവും കാര്യങ്ങളും തന്നെ പപ്പ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണം എന്നുള്ള ഒരു വെച്ചിട്ടാണ് നമ്മൾ ഇത് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് മുന്നോട്ട് പോകാൻ ഞാൻ പറയുള്ളൂ. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ പുറകോട്ട് പോകരുത്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ആഗ്രഹത്തിലൂടെ എനിക്കിത് പോകാൻ പറ്റുമോ എന്നുള്ളത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആൾക്കാർ അതിലേക്ക് വരുള്ളൂ. ഇപ്പം ബോട്ടിക്ക് എല്ലാവരും ബോട്ടിക്ക് തുടങ്ങി, എനിക്കും ബോട്ടിക്ക്, അങ്ങനെ ബോട്ടിക്ക് തുടങ്ങാതെ അതിലെന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരിക. എന്നിട്ടത് മുന്നോട്ട് നമ്മുടെ ആഗ്രഹത്തിലേക്ക് അത് കൊണ്ടുവരിക. അതാണ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനും ഉള്ളത്. കളിയാക്കുന്നവരോട് കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? കളിയാക്കുന്നവർ കളിയായിക്കോട്ടെ, അത് നമ്മുടെ ദേഹത്ത് പറ്റാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കുക. അതൊരു കളിയായിക്കോട്ടെ, അതിനിപ്പോൾ എന്താണ്? അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അവർ കളിയാക്കുന്നു. അല്ല, ഇന്ന് കളിയാക്കണവര് നാളെ നമ്മൾ സക്സസ് ആയി പറയും, ഞാൻ അന്നേ പറഞ്ഞതാക്കി രക്ഷപ്പെടുന്നത്. അത് ഒത്തിരി പേര് പറയാറുണ്ട്. നമ്മള് വളർന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യത്തെ പിടിക്കാവുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ വളർന്നാൽ പറയും നമ്മൾ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും. നമ്മൾ എന്നെ ആരും എന്നെ ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേരൻസ് അല്ലാതെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ അമ്മയും തന്നെയാണ് ഇതെല്ലാം ചെയ്തതും പോയതും ഞങ്ങൾ സംസാരിച്ചതും എല്ലാം ആക്കിയത്. ഒരാൾ പോയി ഞങ്ങൾ ഹെൽപ്പ് ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇത് ഞങ്ങൾക്ക് അപ്പോൾ അഭിമാനം. ഇപ്പം ഞങ്ങൾ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അഭിമാനമാണ് ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാരികൾ തേടിയുള്ള യാത്ര പല പല ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ ഭയങ്കര ഉൾഗ്രാമങ്ങളിലേക്കൊക്കെയാണ്. അവിടെയൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് കൂടുതൽ. ഒരു പുരുഷന്റെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്കാണ് പലപ്പോഴും. അതെല്ലാവരും പറയാറുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മുന്നേറുമ്പോൾ ഒരു പുരുഷന്റെ സപ്പോർട്ട് വേണം എന്ന് പറയാറുണ്ട്. എന്നത് പക്ഷെ സപ്പോർട്ട് വേണോ, നല്ല ആൾക്കാരാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്ക് സപ്പോർട്ട് ഇല്ലാതെയും നമുക്ക് മുന്നോട്ട് ചെയ്യാൻ ഒരു മനസ്സിനൊരു കോൺഫിഡൻറ്റ് കൊണ്ടുവരിക, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൽ ആ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ പുരുഷനില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉള്ള ഒരു. ഞാൻ ഈ സാരീസൊക്കെ സൂറത്തിൽ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഭാഷയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാനത് വകവയ്ക്കാതെ എനിക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവിടെ ചെന്ന് സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വന്നു. കാരണം ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നതുകൊണ്ട് ഇപ്പം എനിക്ക് എവിടെ പോയാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മോശം അനുഭവങ്ങളോ ഇതുവരെ ആയിട്ടും എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ വേണമെങ്കിലും എനിക്കത് പോയി ചെയ്യാൻ പറ്റും. സാരീസൊക്കെ ഏത് രാജ്യത്ത് പോയാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു അഹങ്കാരമായിട്ട് പറയാൻ നല്ലൊരു കോൺഫിഡൻ്റ് ആണ്. ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് ചോദിച്ചാൽ എന്ത് പറയും? എനിക്കൊരു പ്രൗഡ് മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും എത്തും എന്നുള്ളത്. അപ്പം എല്ലാവരും കുറച്ചൊരു ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ടിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
അതിൽ എനിക്ക് ഇത്ര എത്താൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ കൃപയും പപ്പയുടെ അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബസ്സിന് പോവായിരുന്നു. അപ്പോൾ എനിക്ക് വണ്ണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർ എന്നെ മാറ്റി നിർത്തും. കുട്ടി നിൽക്കുന്ന സ്പേസിൽ ഒരു 3-4 പേരെ നിർത്താൻ ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വം എന്നെ കയറ്റാതെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ വിഷമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ പപ്പയായിരുന്നു എന്നെ കാറിൽ കൊണ്ടുപോവുക വരികയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ മാറി നിൽക്കേണ്ട ആളായിരുന്നു ഞാൻ. കാരണം വണ്ണമുണ്ട് പിന്നെ അങ്ങനെ മാറി നിൽക്കേണ്ട ആളായിരുന്നു. അപ്പം നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കാനൊക്കെ പറ്റിയത് അതിനൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഹോർഡിങ് കാണാൻ പറ്റും. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇതുവരെ എത്താൻ പറ്റും, പ്രത്യേകിച്ച് ഈ സീറ്റിൽ എത്താൻ പറ്റും, ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരിയാ, സമൂഹം മുഴുവൻ ശ്രമിച്ചു പിൻനിരയിലേക്ക് നിർത്താൻ, പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് മുൻനിരയിലേക്ക് എത്തിയല്ലേ. പപ്പയുടെ പ്രയേഴ്സും ഉണ്ടായിരിക്കാം. അതെ, പപ്പയുടെ പ്രയേഴ്സും പപ്പയുടെ അനുഗ്രഹവും കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പല അനുഭവങ്ങളും എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട്. ഇനി എന്താണ് മീനാക്ഷി ബൊട്ടീക്കിന്റെ ഫ്യൂച്ചർ? ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും ഓഫ്ലൈൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഞാൻ ഇപ്പോൾ സാരീസ് ഇപ്പം എല്ലാവർക്കും എൻ്റെ സാരീസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കിനിയും ഒരു പ്ലസ് സൈസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. ഒരുപാട് വണ്ണമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് അവർക്ക് ഒരു നല്ലൊരു പ്രൊഡക്ട്സ് കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് ഉടനെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. ഈ പലപ്പോഴും നമ്മൾ ഈ കാഞ്ചീപുരം സാരികൾക്ക് തന്നെ പല റേറ്റ് നമ്മൾ കാണാറുണ്ട്. ചിലത് ഒരു 20,000 എബോവ് കാണാറുണ്ട്, ചിലത് 10,000 താഴെ. എന്നാലും അത് കാഞ്ചീപുരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു എമൗണ്ടിന്റെ ഒരു മാറ്റം വരുന്നത് എങ്ങനെയാണ്? കാരണം നല്ല ഗോൾഡൻ ജെറി, സിൽവർ ജെറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഗോൾഡൻ ജെറിക്ക് നല്ല റേറ്റ് ആയിരിക്കും. കാരണം അത് പക്ക പ്യുവർ ആയിരിക്കും. മറ്റേത് മിക്സിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റിങ്ങിന് വ്യത്യാസം വരുന്നത്. ഈ പലപ്പോഴും കസ്റ്റമേഴ്സ് കളർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കോമൺ കുറേ കളേഴ്സ് ഉണ്ടാകും, കുറേ കളർ പാറ്റേൺസ് ഉണ്ടാകും. ആ പാലറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൽ നിന്ന് മീനു കൊണ്ടുവന്നേക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് കളർ കോമ്പിനേഷൻസിലൊക്കെ? പൊതുവെ എല്ലാവരും പറയുന്നത് ഡാർക്ക് കളർ മീൻസ് ഡാർക്ക് ഫേസ് ഉള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡ് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു ഡാർക്ക് ഫേസ് ഉള്ള ആളാണ്, എനിക്ക് നല്ല വണ്ണമുള്ള ആളാണ്. പക്ഷെ എനിക്ക് നല്ല ഡാർക്ക് കളർ ഇടുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻറ്റ് വരിക. ലൈറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡിമ്മായി പോകുന്നതാണ് എൻ്റെ ഒരു തോട്ട് വരുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും കുറച്ചും കൂടി എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നല്ലത്. അങ്ങനെ നല്ലതിൽ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാറ്റേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തമായിരിക്കും. നമ്മൾ പ്യുവർ ഇപ്പം എന്താ പറയുക ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ആ ഡാർക്ക് ബ്ലൂ ഒരു വ്യത്യസ്തം നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടല്ല, നമ്മുടെ ടോണിന് ചേരുന്നതനുസരിച്ചുള്ള കളേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും വളരെയധികം സന്തോഷം മീനു. ആ ഒരു ബൊട്ടീക്ക് ഓണറിനേക്കാൾ ഉപരി ഒരുപാട് വനിതകൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പം ഇനി നമുക്കൊരു ഓഫ്ലൈൻ ബൊട്ടീക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്ന് ലോകം മുഴുവൻ വളരാൻ സാധ്യതയുള്ള ഒരു ബ്രാൻഡാണ് മീനാക്ഷി എന്ന് പറയുന്ന ബൊട്ടീക്ക്. അതപ്പോൾ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും മീനാക്ഷിയുടെ സാരി ഉടുത്ത ഒരു ബ്രൈഡിനെയോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ആരുടെയും സഹായമില്ലാതെ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണല്ലേ. അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അത് ഇത്തിരി വലിയ ടാസ്ക്കാണ്. എന്നാൽ ഒരു സമൂഹം മുഴുവൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുറകോട്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ചിട്ടും തൻ്റെ കഴിവുകളിൽ അത്രയും വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പപ്പയുടെ പ്രാർത്ഥന തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് മീനു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുന്നത്. ഒരുപാട് പെൺകുട്ടികൾക്ക് മീനു ഒരു അഭിമാനമാണ്, മീനു ഒരു മാതൃകയാണ്. മീനുവിനെ കണ്ടു വളരണമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് മീനു. മീനുവിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാം. മീനാക്ഷി എന്ന് പറയുന്ന ബൊട്ടീക്ക് ലോകം മുഴുവൻ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.